ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സിനിമയിലേക്കാണ്. സിനിമയുടെ പേര് ഫ്ലോ എന്നാണ്. സ്ട്രോമേ എന്നാണ് ശരിക്കുമുള്ള നേറ്റീവ് ലാംഗ്വേജിലുള്ള സിനിമയുടെ പേര്. ഇംഗ്ലീഷിൽ അതിന് ഫ്ലോ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ വളരെ ആകസ്മികമായാണ് ഈ സിനിമയെ കാണുന്നത്. വളരെ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ തിയേറ്റർ ലിസ്റ്റിങ്സ് നോക്കിയപ്പോഴത്തേക്കും ഫ്ലോ എന്ന് പറഞ്ഞ സിനിമ കാണുകയും ഞാൻ അങ്ങനെയാണ് ഈ സിനിമ കാണാൻ ഇടയാകുന്നത്. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ 2024 കണ്ട ഏറ്റവും മികച്ച സിനിമകളിൽ ഒരു സിനിമയാണ് ഈ ഫ്ലോ എന്ന് പറഞ്ഞ സിനിമ. ഇത് ലാറ്റീവിയ എന്ന് പറയുന്ന രാജ്യത്ത് അവർ എടുത്ത സിനിമയാണിത്. നമ്മുടെ ബോളിവുഡൊക്കെ പോലെ ലാറ്റീവിയ എന്ന് പറയുന്ന രാജ്യത്ത് എടുത്ത സിനിമയാണ്. ബ്ലെൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ ചെയ്തിരിക്കുന്ന ഒരു അനിമേഷൻ മൂവിയാണ് ഫ്ലോ. ഇനി ഇതിൻ്റെ ഒരു വൺ ലൈനിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. അതായത് ഒരു പൂച്ച ഒരു കാട്ടിൽ അവിടെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പൂച്ച, ആ പൂച്ച ഒരു ചെറിയൊരു വീട്ടിൽ താമസിക്കുകയാണ്. അവിടെ ആളൊന്നുമില്ല, പക്ഷേ കുറേ പൂച്ചയുടെ സ്റ്റാച്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ സ്റ്റാച്യൂസൊക്കെ ഉള്ള സ്ഥലത്ത് പൂച്ച വരുന്നു, ഒരു കട്ടിൽ കിടക്കുന്നു, ഉറക്കണിക്കുന്നു. മുമ്പ് ആരോ താമസിച്ചിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കുറച്ച് ആർട്ട് വർക്കൊക്കെ ഉണ്ട്. പക്ഷേ അനിമേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലെൻഡർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ, അതും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഡിസ്നിയെ പോലെ വലിയ അനിമേഷൻ, കിടില അനിമേഷൻ ഒന്നുമുള്ള സാധനമൊന്നുമില്ല. വളരെ നോർമൽ അനിമേഷനായിട്ടുള്ളൊരു സാധനമാണ് സിനിമ ഒട്ടാകെ. അപ്പോൾ അങ്ങനെ ആ പൂച്ച കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ സ്ഥലമാകെ വെള്ളം പൊങ്ങുന്നു. ഭയങ്കരമായി വെള്ളം പൊങ്ങുവാണ്. എന്ന് വെച്ചാൽ ആ വീടെല്ലാം മുങ്ങിപ്പോകുന്ന രീതിയിൽ വെള്ളം പൊങ്ങുവാണ്. അപ്പോൾ അങ്ങനെ ഈ പൂച്ച അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവസാനം ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ബോട്ട് വരുന്നു. ഈ ബോട്ടിൻ്റെ അകത്ത് ഈ പൂച്ച ചാടി കയറുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വേറൊരു ജീവിയുണ്ട്. പിന്നെ ആ ബോട്ടിലേക്ക് ഒരു റക്കൂൺ വരുന്നു. എനിക്ക് റക്കൂണിൻ്റെ ഒന്നും മലയാളം അറിയത്തില്ല. റക്കൂൺ വരുന്നു. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു പട്ടിക്കുട്ടി, ഒരു ലാബ്ഡോർ പട്ടിക്കുട്ടി വരുന്നു. പിന്നെ ഒരു കൊക്ക് വരുന്നു. ഇവരെല്ലാം കൂടി ബോട്ടിലിങ്ങനെ പോകണം. എല്ലാ സ്ഥലത്തും വെള്ളമാണ്. അപ്പോൾ ഈ ബോട്ട് നടക്കുന്ന രസകരമായ ഇൻസിഡൻറ്റും എല്ലാം പൂച്ചയുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് കാണിക്കുന്നത്. ഭയങ്കര രസമാണ്. നമുക്ക് വളരെ മനസ്സിന് വളരെ സന്തോഷം തോന്നുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവർ ബോട്ടിലിങ്ങനെ പോകുന്നു. പിന്നെ അപ്പോൾ ഇവർക്ക് ഈ ബോട്ടിൽ ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം എല്ലാ സ്ഥലത്തും കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കഥയാണ്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറി ലൈനാണ്. അവസാനം ഇവർ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലെത്തുന്നു. അവിടെ നിന്ന് ഈ പൂച്ച പോയിട്ട് അവരുടെ ഫ്രണ്ട്സിനെ എല്ലാം രക്ഷപ്പെടുത്തി അവരെല്ലാം ഒത്തുചേരുന്നിടത്താണ്. നല്ലൊരു ഹാപ്പി എൻഡിങ് ആണ് ഈ സിനിമയുടെ. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഞാനിത് കണ്ടതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്, ഇത് ഒട്ടനവധി അവാർഡുകൾ നേടിയൊരു സിനിമയാണ്. യൂറോപ്യൻ ഫിലിം അസോസിയേഷൻ്റെ അവാർഡ്സ്, ലോസ് ഏഞ്ചലസ് ഫിലിം അവാർഡ്സ്, ന്യൂയോർക്ക് ഫിലിം അവാർഡ്സ്, നാഷണൽ ബോർഡ് ഓഫ് റിവ്യൂ അവാർഡ്സ്, അങ്ങനെ ഒരു അവാർഡുകളുടെ ഒരു നീണ്ട നിര തന്നെ ഇതിനുണ്ട്. സിൻസ് ഗിൽബാലോഡിസ് എന്ന് പറയുന്ന പറയുന്നൊരു പുള്ളിയാണ് ഇതിൻ്റെ ഡിറക്ഷൻ ഹാൻഡിൽ ചെയ്തേക്കുന്നത്. എനിക്ക് അത്ര കേട്ട് പരിചയമുള്ളൊരു പേരല്ല. ലാറ്റീവൻ സിനിമ ആയതുകൊണ്ട് തന്നെ അവരുടെ തദ്ദേശീയനായ മിടുക്കനായ ഒരു ഡയറക്ടറാണെന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു സ്റ്റോറി, നല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ, ഒരു കോ എക്സിസ്റ്റൻസിൻ്റെയൊക്കെ നല്ല കഥ പറയുന്ന ഒരു സിനിമയാണ്. ഈ വരുന്ന വർഷത്തെ ഓസ്കാർ 2024 ഓസ്കാറിൽ മികച്ച ഇൻ്റർനാഷണൽ സിനിമയായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എൻട്രികളിൽ ഒന്നാണ് ഈ ഫ്ലോ എന്ന് പറയുന്ന സിനിമ. തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്ന സിനിമയാണ്. നമുക്ക് വലിയ അനിമേഷനും ഭയങ്കര കളർ ഡെപ്തും പിന്നെ കളർ റിച്ച്നെസ്സും ഒക്കെ ഉള്ള സീനൊന്നും ഇല്ലെങ്കിൽ കൂടിയും മനോഹരമായി കാണുന്ന ഒരു കഥയെ വളരെ നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡയലോഗുകളൊന്നും തന്നെയില്ല. അതൊരു വലിയ പ്രത്യേകതയാണ്. ഈ സിനിമയിൽ ഡയലോഗ്സ് ഒന്നും തന്നെയില്ല. ഈ പൂച്ചയും മറ്റു മൃഗങ്ങളുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ചെറിയ സൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. അല്ല വലിയ വേറെ സംസാര ഡയലോഗുകളൊന്നും തന്നെയും ഇല്ല. ചില സർറിയൽ സിറ്റുവേഷൻസും പിന്നെ ചില എലമെൻസും ഒക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് സിനിമയുടെ ഒരു സിനിമ എലമെൻറ്റിന് വേണ്ടിയിട്ട്. പക്ഷേ അതിനുമപ്പുറം നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചില സിറ്റുവേഷൻസ്, സാഹചര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ സിനിമ നാട്ടിൽ റിലീസായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഉറപ്പായും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ വരും. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സിനിമ കാണണം. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല.
അത്ര നല്ല സിനിമകളിൽ ഒന്നാണ്. ഈ വർഷം ഒരുപാട് മികച്ച സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു. കോൺക്ലേവ്, മുഫാസ, അതുപോലുള്ള ഗംഭീര പടങ്ങളുടെ കൂട്ടത്തിൽ എണ്ണം പറഞ്ഞെടുത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഫ്ലോ. ആസ്പയറിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിന് ഒക്കെ കാണാവുന്ന ഒരു നല്ല സിനിമയാണ്. ഒരു സിമ്പിൾ സ്റ്റോറി ലൈനിലെ ആ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്റ്റോറി പറയാം, ഈവൻ ഡയലോഗുകൾ പോലും ഇല്ലാതെ എങ്ങനെ സ്റ്റോറി പറയാമെന്ന് ഫ്ലോ നമ്മെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഹാപ്പി സിനിമ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റിയ സിനിമയാണ് ഫ്ലോ. സിനിമ നിങ്ങൾ കാണുക, കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.